ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയിൽ നിന്ന് പലരും SIT അറസ്റ്റ് ചെയ്ത ആളുകളൊക്കെ തന്നെ ജാമ്യം തേടി പുറത്തു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ജാമ്യം തേടിയ പലരും എത്തി നിൽക്കുന്നത് ED അന്വേഷണത്തിൽ കൂടിയാണ്. കാരണം ഇതിന്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് ED അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ S. ജയശ്രീ EDക്ക് നൽകിയിരിക്കുന്ന മൊഴി അത് ദേവസ്വം ബോർഡിന് കുരുക്കായി മാറുകയാണ്. ബോർഡ് മുൻ സെക്രട്ടറിയായ S. ജയശ്രീ പറയുന്നത് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നാണ്. ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മാത്രമാണ് താൻ ചെയ്തതെന്നും ജയശ്രീ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ബന്ധമില്ല, സ്വർണ്ണക്കൊള്ളയിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നും ജയശ്രീ മൊഴി നൽകി. ED ഇന്നും ജയശ്രീയെ ചോദ്യം ചെയ്യും. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, ബോർഡ് സെക്രട്ടറി കൂടിയായ ജയശ്രീ പറയുന്നത് എല്ലാം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞതനുസരിച്ച കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്, അതിൽ കൂടുതൽ തനിക്കറിയില്ല, സാമ്പത്തിക ഇടപാടുകളില്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ല എന്നൊക്കെ പറയുന്നു. അന്വേഷണ സംഘം എത്ര കണ്ട് മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്? ഇന്നലെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് S. ജയശ്രീ, മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന S. ജയശ്രീയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യുന്നതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് കുരുക്കായി മാറാവുന്ന മൊഴികളാണ് ജയശ്രീ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുള്ളത്. അതായത് താൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പറഞ്ഞത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്, സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല, അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒപ്പിട്ട് നൽകുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ജയശ്രീ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഈ മൊഴി അത് വലിയ കുഴുക്ക് പത്മകുമാറിനും വാസുവിനും അടക്കമുള്ളവർക്കാകും. പ്രത്യേകിച്ച് പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ജയശ്രീ നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അത് വലിയ കുരുക്കായി മാറും. പ്രത്യേകിച്ച് അവർ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഇതിനെല്ലാം തന്നെ അവർ മറുപടി പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജയശ്രീ നൽകിയിരിക്കുന്ന മൊഴിയിലുള്ളത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നേട്ടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ്. സാമ്പത്തിക നേട്ടം യാതൊരു വിധത്തിലും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു പരിചയമില്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ഒരു ബന്ധവുമില്ല എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ മൊഴി വിശ്വസിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ഒരാൾക്ക് നിരന്തര സന്ദർശകനായിരുന്ന ഒരാളുമായി യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുക്കമല്ല. ഏതായാലും ജയശ്രീയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ജയശ്രീയുടെ സാമ്പത്തിക ഇടപാടുകൾ ഒപ്പം തന്നെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.